ഹായ് ഹലോ അസ്സാം വലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ വന്നിട്ട് എക്സാം ഡേ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഡിഗ്രി ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പം ഏകദേശം തേർഡ് ഇയർ ആവുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഫോർത്ത് സെമ്മിൻ്റെ എക്സാമും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എക്സാമിന് പോകുന്ന അന്നത്തെ രാവിലത്തെ വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ. അതുപോലെ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാൻ കൂടി നോക്കട്ടോ. ഇപ്പോൾ ഏകദേശം ഒരു 6 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊരു 4 മണിക്ക് എണീറ്റ് കുറച്ച് നേരം ഒന്ന് വായിച്ചൊക്കെ കഴിഞ്ഞു. പിന്നെ വീണ്ടും നിസ്കാരം കഴിഞ്ഞ് പിന്നെ ഒന്നും കൂടി കിടന്നു കേട്ടോ. അതിന് ശേഷമാണ് എണീറ്റത്. പിന്നെ നമ്മൾ ആദ്യം തന്നെ പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. MCQ ഉണ്ട്. നമ്മൾ ഡിസ്റ്റൻസ് ആയിട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ MCQ കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ അതൊക്കെ പ്രിൻ്റ് എടുത്ത് വെച്ചിട്ട് പിന്നെ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ വെച്ചുകൊണ്ട് കുറേയൊക്കെ നമ്മൾ പഠിക്കാൻ ശ്രമിച്ചു കേട്ടോ. പിന്നെ എല്ലാവരും ചോദിക്കാറുണ്ട് എങ്ങനെ നീ എല്ലാം കൂടി മാനേജ് ചെയ്യണമെന്നുള്ളത് കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ എല്ലാം കൂടി ഞാൻ എങ്ങനെ മാനേജ് ചെയ്യുന്നത് എനിക്ക് തന്നെ അറിയില്ല കേട്ടോ. അത് അതിൻ്റെ വഴിക്ക് അങ്ങനെ നടന്നു പോകും കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് നേരമൊക്കെ ഒന്ന് വായിച്ച് കഴിഞ്ഞതിന് ശേഷം ഇന്ന് എളുപ്പത്തിൽ എന്തെങ്കിലും ഉണ്ടാക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് പുട്ടാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത്. തലേന്ന് തന്നെ തേങ്ങയും കാര്യങ്ങളൊക്കെ ചെരുക്കി നമ്മൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തേങ്ങ പൊളിച്ചുണ്ടാക്കേണ്ട പണിയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഇങ്ങനെ എക്സാമോ അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലുമൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ അധികം തലേന്ന് തന്നെ പണികളൊക്കെ നേരത്തെ തീർക്കും കേട്ടോ. ഇത് ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. കുറച്ച് കാര്യങ്ങൾ മാത്രമേ എനിക്കിതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഇതിൻ്റെ എക്സാം ഡേൻ്റെ ഒരു ഡേ മൈ ലൈഫാണ് കേട്ടോ. അങ്ങനെ ചോറ് നമ്മൾ റൈസ് കുക്കറിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്ന് വാർത്തെടുത്തു കേട്ടോ. ഇനി വന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ചോറും കൂടി ഉണ്ടാക്കാനാവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അതിനിടയിൽ ഞാൻ എന്തെങ്കിലും കറി ഉണ്ടാക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് കറിയും കൂടി ഉണ്ടാക്കുകയാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ രാവിലത്തെ ചായയും കാര്യങ്ങളൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നെയ്നും ഇല്ലാത്തൊരു ദിവസത്തെ വ്ളോഗാണ് കേട്ടോ. നെയ്നുവിനെ ഞാൻ എൻ്റെ വീട്ടിലാക്കിയതാണ്. എക്സാമും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ അവളില്ലാഞ്ഞിട്ടുള്ള ആ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ നന്നായിട്ടുണ്ട് കേട്ടോ. കാരണം അങ്ങനെ അധികം എന്നെ വിട്ട് നിന്നിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ട് വിട്ട് നിൽക്കണോണ്ടുള്ള ആ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ ഇന്ന് ജസ്റ്റ് എന്തെങ്കിലും തക്കാളിക്കറിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് സിമ്പിളായിട്ട് കുറച്ച് വെളിച്ചെണ്ണയിലേക്ക് ചെറിയുള്ളി ഉണ്ടല്ലോ അതും പച്ചമുളകും കറിവേപ്പില ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അരിഞ്ഞ് വെച്ചിട്ടുള്ള തക്കാളി കൂടി ചേർത്ത് കൊടുക്കുകയാണേ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ പുട്ടും ചായയൊക്കെ കുടിച്ചിട്ടുണ്ട്. അപ്പോൾ പുട്ടിന് ഇവിടെ എല്ലാവർക്കും പഞ്ചസാര മതി കേട്ടോ. അല്ലെങ്കിൽ പായ ഉണ്ടെങ്കിൽ അത് മതി. അതുകൊണ്ട് തന്നെ അതിലേക്ക് സ്പെഷ്യലായിട്ടുള്ള ഒന്നും ഉണ്ടാക്കുന്നില്ല. അപ്പോൾ തക്കാളി താളിപ്പും പിന്നെ ഇറച്ചി വരട്ടാനും കൂടി വെക്കുക കേട്ടോ. അപ്പോൾ അടുപ്പ് എന്തായാലും എന്താ പറയുക ഒഴിഞ്ഞ് കിടക്കുന്ന സമയം കൊണ്ട് നമുക്കതിൽ ഇറച്ചി വരട്ടിയെടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇറച്ചിയൊക്കെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞു. അങ്ങനെ ഇറച്ചി നന്നായിട്ട് കേക്ക് എടുത്തതിന് ശേഷം അതിലേക്ക് കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് ചേർക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് മുളക് പൊടിയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് തോനെ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. അതും ചേർത്ത് പിന്നെ നമ്മുടെ ഗരം മസാല ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുത്തു കേട്ടോ. പിന്നെ അത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ പെരുംജീരകമൊക്കെ പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ കൈ വെച്ചിട്ട് തന്നെ കേട്ടോ നല്ലവും മിക്സ് ചെയ്തെടുക്കുന്നത്. ശരിക്കും ഈ ഒരു ഇറച്ചി വരട്ടിയെടുക്കുന്നതിൻ്റെ ടേസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത് മൺചട്ടിയിൽ ഉണ്ടാക്കുന്നതും പിന്നെ നമ്മൾ കൈ വെച്ചിട്ട് തന്നെ മിക്സ് ആക്കി എടുക്കുന്നതുമാണ് കേട്ടോ. അങ്ങനെ അതിൻ്റെ ഇടയിൽ ഇഷുക്ക് ചായ ഒക്കെ കൊടുത്തു കേട്ടോ. അവൻ എണീറ്റ് വന്നപ്പം അവന് സ്കൂൾ ഉണ്ടായതുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ വീട്ടിൽ പോകാത്ത കേട്ടോ. അപ്പോൾ വീട്ടിൽ പോയി നിന്നിട്ടുണ്ടെങ്കിൽ എക്സാം എഴുതാൻ ഈസിയാണ്. ഇപ്പോൾ സ്കൂളൊക്കെ തുറന്നിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ പിന്നെ അവനും കൂടി ലീവ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇവിടെ തന്നെ നിൽക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ അതൊക്കെ ഏകദേശം അടുക്കള പണിയൊക്കെ ഏകദേശം കഴിയാൻ നേരത്ത് ഞാൻ വേഗത അകൊക്കെ ഒന്ന് അടിച്ചരിയെടുക്കുകയാണ് കേട്ടോ. പറഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും ഒരു കോൺഫിഡൻറ്റ് ഉണ്ടെങ്കിൽ കൂടിയിട്ട് നമുക്കെല്ലാം ചെയ്യാം കേട്ടോ. നമുക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ പഠിക്കാം. അതിപ്പോൾ ഡിസ്റ്റൻസ് ആയിട്ട് പല ഓപ്ഷനായിട്ട് നമ്മുടെ മുന്നിലുണ്ട് കേട്ടോ. അത് നമ്മൾ വേണമെന്ന് വെച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് സക്സസ് ആവും കേട്ടോ. പിന്നെ തോൽവിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ബേക്കിൽ കുത്താൻ ഒരുപാട് പേരുണ്ടാവും. അത് വിചാരിച്ചിട്ട് നമ്മൾ തളരാൻ നിൽക്കരുത് കേട്ടോ. നമ്മൾ എന്താണോ എടുത്തിട്ടുള്ള ഡിസിഷൻ അതിനനുസരിച്ചിട്ട് മുന്നോട്ട് പോവുക കേട്ടോ. ഒരിക്കലും തോൽക്കാതെ തന്നെ മുന്നോട്ട് പോയാൽ തോൽവി എന്തായാലും ഉണ്ടാവും. അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞാൽ ഒരിക്കലും തളരാതെ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും വിജയം ഉണ്ടാവും കേട്ടോ. അങ്ങനെ അകൊക്കെ ഒന്ന് അടിച്ചാരി ഇട്ടതിന് ശേഷം പിന്നെ ഇന്ന് നമ്മൾ തുടക്കുന്നില്ല കേട്ടോ. കാരണം തലേന്ന് തുടച്ചതും പിന്നെ മഴ പെയ്യുന്നതുകൊണ്ട് തന്നെ അകൊക്കെ തുടച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് പൂലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ അകൊന്നും തുടക്കുന്നില്ല.
പിന്നെ ഇതാ എൻ്റെ ചെടികൾക്കൊക്കെ ഏകദേശം വെള്ളം ഒഴിക്കാനൊന്നും ആയിട്ടില്ല. കാരണം തലേന്ന് വെള്ളം ഒഴിച്ചുകൊണ്ട് വെള്ളത്തിന് ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇതിപ്പോൾ ഞാൻ പുതിയതായിട്ടുള്ള ഒരു പ്ലാന്റ് അകത്തേക്ക് വെച്ചതാണ്. പിന്നെ ഇതാ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ആദ്യം തന്നെ മോനെ സ്കൂളിലേക്ക് പറഞ്ഞയച്ചു കേട്ടോ. അതിന് ശേഷം ഇതാ നമ്മൾ നേരെ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ മുക്കത്തേക്ക്. മുക്കം കയറിയിട്ട് വേണം കേട്ടോ പിന്നെ നമുക്ക് എക്സാം സെൻറ്റർ കിട്ടിയിട്ടുള്ളത് MMO മണാശ്ശേരിയാണ് കേട്ടോ. അവിടെ എത്താൻ അപ്പം ഞാൻ വീട്ടിൽ നിന്ന് ഒരു 10:30 ഒക്കെ ആകുമ്പോൾ തന്നെ ഇറങ്ങും കേട്ടോ. എക്സാമിൻ്റെ അവിടെ എത്തണമെങ്കിൽ എന്തായാലും 1 മണിക്കൂർ പിടിക്കും കേട്ടോ മുക്കത്തേക്ക് എത്താൻ വേണ്ടി ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ കേട്ടോ. അങ്ങനെ ഞാനിതാ കോളേജിൽ എത്തിയിട്ടുണ്ട്. അവിടെ എത്തിയപ്പോൾ തന്നെ ഞാൻ വേഗം ചായ കുടിച്ചു കേട്ടോ. ചായ കുടിച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ കോളേജിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നത്. നല്ല വിശപ്പായിരുന്നു കേട്ടോ കോളേജിലെത്തിയപ്പോഴേക്കും. അങ്ങനെ കോളേജിലൊക്കെ എത്തി കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് നമ്മൾ അവിടെ നമുക്ക് എന്താ പറയുക ക്ലാസ് റൂമും കാര്യങ്ങളൊക്കെ അവിടെ സ്റ്റിക്ക് ചെയ്യും കേട്ടോ. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്തതിന് ശേഷം ഇതാ എക്സാമൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അങ്ങനെ ഇതാ എക്സാം എഴുതാനുള്ള റൂമും കാര്യങ്ങളൊക്കെ കിട്ടി എക്സാമൊക്കെ എഴുതിയിട്ട് നമ്മൾ തിരിച്ച് പോരുകയാണ് കേട്ടോ. എക്സാം ഏകദേശം കുറച്ചൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു സമാധാനം ഉണ്ട് കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ നേരെ എൻ്റെ കസിനും എൻ്റെ കൂടെ എക്സാം എഴുതുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ 3 പേരും 3 കസിൻസ് ഒരുമിച്ചാണ് കേട്ടോ ഉണ്ടാവാറുള്ളത്. അങ്ങനെ ഞങ്ങൾ 3 ആളും കൂടി ഒരു തട്ടുകടയിൽ കയറിയിട്ട് അവിടെ ഇഷ്ടമുള്ള എന്താ പറയുക അവിടുത്തെ സ്പെഷ്യലായിട്ടുള്ള വിഭവങ്ങളൊക്കെ കഴിച്ചിട്ട് ഞാൻ നേരെ വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. വീട്ടിൽ ചെന്നിട്ട് നെനുവിനും കൂട്ടിയിട്ട് നേരെ നമ്മൾ വീട്ടിലേക്ക് പോകും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കാനും നോക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ. അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.